പറഞ്ഞതിൽ നിന്ന് പേരുമലയിൽ എത്തുമ്പോൾ രണ്ടുപേരെയാണ് പോലീസിന് അവിടെ കാണാൻ കഴിഞ്ഞത്. അവിടെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമായിരുന്നു. ഇതിൽ പെൺകുട്ടിയെ ഇയാൾ അഫ്നാൻ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന പെൺകുട്ടിയാണെന്ന് കരുതുന്നു. ആ കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ആൺകുട്ടി സഹോദരനാണോ? ആൺകുട്ടി ജീവനോടെ ഉണ്ടോ? ഇപ്പോൾ മറ്റൊരു വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ 5 മരണം നമുക്ക് ഗോപികൃഷ്ണൻ സ്ഥിരീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ SN പുരം ചുള്ളാളം പ്രതിയുടെ ബന്ധുക്കളാണ് ലത്തീഫ്, ഷാഹിദ എന്നിവരുടെ മരണം എന്നുള്ള വിവരം. ഒരു മിനിറ്റ് ഷഫീദ്, ഒരൊറ്റ സെക്കൻഡ് ഞാനിതാ വരുന്നത്. പ്രദേശവാസിയായ നാസർ നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. നാസർ, താങ്കൾ ഈ അഫ്നാന്റെ വീടിന്റെ തൊട്ടടുത്താണോ? എന്താ സംഭവിച്ചത് നാസർ? ഞാൻ അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പൊ എത്തിയ ഉടനെ എന്റെ സുഹൃത്തുക്കള് ശരി നാസർ, അവിടെ എന്തോ തിരക്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷഫീദ് പറയൂ. പോലീസിന് മൊഴി കൊടുക്കുകയാണ് നാസർ അവിടെ. ഷഫീദ് പറയൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 5 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയുടെ പെൺസുഹൃത്തായിട്ടുള്ള പെൺകുട്ടി, അഫ്സാന്റെ പെൺസുഹൃത്തായിട്ടുള്ള പെൺകുട്ടി, പ്രതിയുടെ സഹോദരൻ അഫ്സാൻ, ഇവർ രണ്ടുപേരും അഫ്നാന്റെ പേരുമലയിലെ വീട്ടിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ പാങ്ങോട്ടെ വീട്ടിൽ വയോധിക ഫാത്തിമ ബീബി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ വയോധികയും കൊല്ലപ്പെട്ടു. അങ്ങനെ 3ആയി. പിന്നീട് SN പുരം ചുള്ളാളം പ്രതിയുടെ ബന്ധുവീടാണ്. അവിടെ ലത്തീഫ്, ഷാഹിദ എന്നിവരുടെ മരണം കൂടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പോലീസ് കൺഫേം ചെയ്യുന്നുണ്ട്. അങ്ങനെ തലസ്ഥാനത്തെ ഞെട്ടിച്ചൊരു കൂട്ടക്കൊലയുടെ വിവരം ഈ ദിവസം അവസാനിക്കുമ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി ഷഫീദ്, ഈ പ്രതിയുമായി ഇവർക്കുള്ള ബന്ധം എന്തൊക്കെയാണ്? ഒന്നാമത്തെ 2 പേർ മരിച്ചതിൽ ഒരാൾ ഇയാളുടെ പെൺസുഹൃത്താണ്, ഒരു പെൺകുട്ടി മരിച്ചത്. മറ്റൊരാൾ സഹോദരനാണ്. പിന്നീട് പാങ്ങോടുള്ളത് ഫാത്തിമ ബീവി അച്ഛൻ്റെ അമ്മയാണോ? അതേപോലെ SN പുരം ചുള്ളാലത്തെ ലത്തീഫും ഷാഹിദയും ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നിലവിലിപ്പോൾ നമുക്ക് 3 പേരുടെ ബന്ധം, പ്രതിയുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിലൊന്ന് ഈ പെൺസുഹൃത്തായിട്ടുള്ള പെൺകുട്ടി, 2 പ്രതിയുടെ സഹോദരൻ അഫ്സാൻ, 3 ഫാത്തിമ ബീബി എന്ന് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നു. പക്ഷെ അവരുടെ ശരിക്കുള്ള പേര് അതല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരും പരിശോധന പിതൃമാതാവാണ് എന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 3 പേരുടെ ബന്ധം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അതേസമയം പുരം ചുള്ളാളം സ്വദേശികളായിട്ടുള്ള ലത്തീഫ്, ഷാഹിദ ഇവരുമായുള്ള ബന്ധം ഇപ്പോൾ നമ്മൾ ആ വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ അഫ്സാന്റെ ഉമ്മ ഷെമി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് അവരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ആ വാർത്തയിൽ 5 മരണം, 5 കൊലപാതകങ്ങൾ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. കത്തി കൊണ്ട് ആക്രമിച്ചും ചുറ്റിക കൊണ്ട് അടിച്ചും കൊലപ്പെടുത്തി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതി ജീവനൊടുക്കാനുള്ള ശ്രമം നടത്തിയ തരത്തിലുള്ള വിവരങ്ങൾ അത് പോലീസിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തി വരികയാണ്. ശരി, അക്ഷരാർത്ഥത്തിൽ നാട് വിറങ്ങലിച്ചു പോകുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ മരണസംഖ്യ 5ആയി നിൽക്കുന്നു. 5 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് പേരുമലയിലാണ് 2 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രതിയായ അഫ്നാൻ 23 വയസ്സുകാരൻ പോലീസിനോട് പറഞ്ഞത് താൻ 6 പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പേരുമലയിൽ 2 പേർ, അതിൽ ഒരാൾ അഫ്നാന്റെ പെൺസുഹൃത്താണ്, മറ്റൊരാൾ സഹോദരൻ അസ്ഹാനാണ്. പിന്നീട് 3ആമത്തെ കൊലപാതകം നടത്തിയിരിക്കുന്നത് പിതൃമാതാവിനെയാണ്. അവർ കഴിഞ്ഞിരുന്നത് പാങ്ങോടാണ്. അതിന് പുറമെ SN പുരം ചുള്ളാലത്ത് ലത്തീഫ്, ഷാഹിദ എന്ന 2 പേരുടെ മരണം കത്തികൊണ്ട് കുത്തിയും അതോടൊപ്പം തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചുമാണ് പ്രതി കൊല നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.